ഭയങ്കര മൂട്. വരണുണ്ട് വരണുണ്ട് നമ്മുടെ മുതലാളി, കടലേഴും വാങ്ങിക്കൂട്ടിയ കപ്പല് മുതലാളി, കപ്പല് മുതലാളി. മൊയലാളിയല്ല, മൊയലാളി എവിടെ? മൊയലാളി എവിടെ? മെയിൻ മൊയലാളി ഈ മൊയലാളി അല്ല എന്നൊരു കരക്കമ്പി ഉണ്ടല്ലോ. മെയിൻ മൊയലാളി വേറെ വന്നത്. അത് പിന്നെ ഫ്ലെക്സിനകത്തെല്ലാം മെയിൻ മൊയലാളിയുടെ ഫോട്ടോ. അതെ. നിങ്ങൾ അറിഞ്ഞില്ലേ ഇത്? എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കണം. വിഴിഞ്ഞം ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂട്ടടിയല്ലായിരുന്നു. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നും വന്നിരിക്കുകയാണ് അടി ഉണ്ടാക്കാനായിട്ട്. ഇത് കേരളത്തിന്റെ അല്ല കേന്ദ്രത്തിന്റെ, ഇത് കേരളത്തിന്റെ അല്ല കേന്ദ്രത്തിന്റെ. അങ്ങനെ നാഷണൽ പത്രങ്ങളിലെല്ലാം പോയ വാർത്തകളിൽ മെയിൻ മൊയിലാളി ഞാനാണെന്ന് പറഞ്ഞു മോദിജിയുടെ ഫോട്ടോ. 3 പേര്, ഒരാൾ പറയുന്ന ഉമ്മൻചാണ്ടിയാണ്, ഒരാൾ പറയുന്ന പിണറായിയാണ്, ഒരാൾ പറയുന്ന മോദിയാണ്. ഇപ്പൊ ആരാന്നോ? ഒരു കപ്പലിൽ എത്ര തന്തമാരുടെ? അതെ, തന്തമാരെ കൊണ്ട് പറയില്ലല്ലോ നാളെ. 3 തന്തമാരുണ്ട്. 3 തന്തമാർ. അതെ. ട്രിപ്പിൾ ഡാഡി സിൻഡ്രോം. എനിക്ക് പോയി. ഓക്കെ, ഉമ്മൻചാണ്ടിയും പിണറായിയെ സമ്മതിക്കാൻ പ്രധാനമന്ത്രിക്ക് എവിടെ തോന്നുന്നു? നിങ്ങൾ ചോദിക്കാത്ത എന്ത്, എവിടുന്ന് വന്നെന്ന്? ഒരാള് തറക്കല്ലിട്ടു, ഞങ്ങളത് പണിതു പുറത്തിറക്കി. ഇതിന്റെ ഇടയ്ക്ക് മറ്റേ മോദി എന്ത് കാണിച്ചിട്ടാണെന്നാണ് ഇവര് ചോദിക്കുന്നത്. അതെ അതെ, എന്തിനാന്തോ ആവശ്യമൊന്നുമില്ല. ഞങ്ങള് സംസ്ഥാനമാണല്ലോ, പ്രധാനമന്ത്രി മൂപ്പരാണല്ലോ. അതിന് കപ്പലിൽ പദ്ധതിക്കൊക്കെ പച്ചക്കൊടി അങ്ങ് കേന്ദ്രത്തിൽ നിന്നാണല്ലോ വരേണ്ടത്. അല്ലാതെ ഇവിടുന്ന് സംസ്ഥാനത്തിൽ നിന്ന് പച്ചക്കൊടി കാണിച്ചാൽ മറ്റേ തുറമുഖം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. അങ്ങനെ മൊത്തം ക്രെഡിറ്റും കൊണ്ടുപോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ആ ദുഃഖം മനസ്സിലാക്കണം. പിണറായിയുടെ ആ ദുഃഖം നിങ്ങൾ കാണാതെ പോകരുത്. ഇത് നാടിനൊരു നിന്നവൻ കപ്പലും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇത് ഇപ്പൊ വിഴിഞ്ഞോൻ ചാരി നിന്നവന്റെ മൂട്ടിൽ പൊട്ടിച്ചിട്ടതാണ്ട കപ്പലും വിഴിഞ്ഞവും കൊണ്ടുപോകും. അതെ, ഈ ക്രെഡിറ്റ് ആകെ നാടിനുള്ളതാണ്, അല്ലാതെ ഇതിന്റെ ക്രെഡിറ്റ് തൂങ്ങിക്കൊണ്ട് ആരും വരെയൊന്നും വേണ്ട. അങ്ങനായി. ഇത്രയും കാലം ഞങ്ങളുടെ ആയിരുന്നെന്നായിരുന്നു ഇവരുടെ മറ്റേ ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഈ കപ്പലിനൊരു മൊയിലാളി ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു ഇവരുടെ തല്ല്. ഇപ്പോഴത്തേക്ക് മറ്റേ കേന്ദ്രത്തിൽ നിന്ന് വന്ന് അവര് കപ്പലും വിഴിഞ്ഞു അടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് ഇത് മൊത്തം കേരളത്തിന്റെ ആണെന്നായി. എന്നിട്ട് എന്താടേ നിങ്ങൾ ഇത് മൊത്തം കേരളത്തിന്റെ ആണെ നിങ്ങൾ എന്ത് മറ്റേ പ്രതിപക്ഷ നേതാവിനെയൊക്കെ ചടങ്ങിന് വിളിക്കാത്തത്? പുള്ളിക്ക് വേണമെങ്കിൽ വരാം, ഞങ്ങൾക്ക് അങ്ങനെയാണോ? അല്ല, ഒരു പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? ഒരു സംരംഭം മറ്റേ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വിളിക്കണം. അതാണ് ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയുന്നത്. പണ്ട് VS-ന്റെ കാലം വരെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ നിങ്ങളുടെ കാലത്ത് ഇതെല്ലാം മാറിയോ നമുക്കറിയാം. ഇനി വിളിച്ച് അവിടെ വന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ, അതാണ് നിങ്ങൾ പറയിച്ച. അപ്പൊ പ്രതിപക്ഷ നേതാവ് അവിടെ വന്നില്ലേലും അവിടുത്തെ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യം. അവിടെ പിണറായിയെയും മറ്റേ മോദിയെയും കാണിച്ചിട്ടും രക്ഷയില്ല. മറ്റേ വിഴിഞ്ഞത്തുകാരെല്ലാം കൂടെ മറ്റേ അവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഏതാണ്ട് കല്ലിട്ടാ മാത്രം കപ്പലോടോ ഓടോ? അവരാദ്യം മറ്റേ കല്ലിട്ടപ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ അല്ലല്ലോ പറഞ്ഞത്? കടൽ കൊള്ള എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സ്വപ്നം. അതെ അതെ, ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനാണല്ലോ. കുറെ കഴിയുമ്പോഴല്ലേ ഞങ്ങൾക്ക് വെളിവ് വരികയുള്ളൂ. വിഴിഞ്ഞം പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന പ്രക്രിയയുടെ സാക്ഷാത്കാരമാണ്. അവിടെ സന്തോഷത്തോടെ നിങ്ങൾ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് നിങ്ങൾ അനുവദിച്ചായിരുന്നെങ്കിൽ ഇത് ഇതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വന്നേനെ. ഞങ്ങൾ അനുവദിച്ചില്ലെങ്കിലേ അങ്ങോട്ട് നടപ്പിലാക്കണമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നടപ്പിലാക്കിയപ്പോ ആരെ തടസ്സം പറഞ്ഞോണ്ട് വന്നില്ലല്ലോ. അതാണ് ഞങ്ങളുടെ മികവ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അതല്ല, ഇതിപ്പോ മോദിജിയുടെ കയ്യിൽ നിങ്ങൾ എങ്ങനെ തിരിച്ചു മേടിക്കും? അത് ഫ്ലെക്സിൽ മാത്രം ഒതുങ്ങുന്നതാണ്. സത്യമൊക്കെ നാട്ടുകാർക്ക് അറിയാം. ഇവിടെ നാട്ടുകാരോട് ഹിന്ദിയിലൊന്ന് പറഞ്ഞിട്ടോ അല്ലെ ഇവിടെ ആർക്കും മനസ്സിലാവില്ല. മലയാളികൾക്ക് എല്ലാം അറിയാം ഇതിന്റെ പിന്നിൽ. ധൈര്യം ഉണ്ടെങ്കിൽ കേരളത്തിലേക്ക് വാടാ. നിന്റെയൊക്കെ കളി ഇന്ത്യയിലല്ലേ നടക്കുള്ളൂ. അങ്ങനെ ദേശീയ മാധ്യമങ്ങളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മോദി. എന്തിന്റെ ആവശ്യത്തിന്? ഞങ്ങളെ പിണറായി സർക്കാർ നടപ്പിലാക്കി ഹിന്ദിയിലൊരു വാർത്ത കൊടുക്കണേ അങ്ങോട്ട്. ഹിന്ദി അറിയാമോ? ദുഷ്മൻ മാത്രമേ അറിയുള്ളൂ. അല്ല, കുച്ചു കുച്ചു ഹോത്താ ഹൈ, കവി ഖുഷി കവികം ഇതൊക്കെ അറിയുള്ളൂ. കൊച്ചു കൊച്ചു ഓട്ടകൾ. അതെ 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 അതെ, സിനിമാ പേര് പറഞ്ഞ് കളിച്ചത് മതി. ഈ സാക്ഷാത്കാരം ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ ദേശീയ തലത്തിൽ ഇത് നിങ്ങളുടെ ആണെന്ന് നിങ്ങൾ എങ്ങനെ അറിയിക്കും കമ്മികളെ? നിങ്ങൾ ആകെ ഇവിടെ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ബേബിച്ചായനോട് പറ, ഡൽഹിയിൽ ബേബിച്ചായനോട് PB-യിൽ ഇരിക്കുകയല്ലേ? ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, അത് മാത്രം ഓർമ്മയുണ്ട്. ഇപ്പൊ മാത്രം ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം എടുത്തു. പക്ഷെ ഇവര് മറ്റേ അതിനെ വെട്ടിക്കാനായിട്ട് ഇവിടെ കേരളത്തിൽ മുക്കിനാണ് ഫ്ലെക്സ് വെക്കുന്നത്. അതെ, ഞങ്ങൾ ഇത് വിഴിഞ്ഞ തുറമുഖ നിർമ്മാണത്തിലേക്കായ വലിയ ചെലവായിപ്പോ മറ്റേ ഫ്ലെക്സ് വെക്കുന്ന വകയിൽ വന്നിരിക്കുന്നത്. ഒരിടത്ത് ഉമ്മൻചാണ്ടി, വേറെ ഒരിടത്ത് മറ്റേ പിണറായി, അതിന്റെ അപ്പുറത്തെ മോദി. ഇതെന്ത് പാടോ ഇത്? ഫ്ലെക്സ് തട്ടിയിട്ട് നടക്കാനും ഇരിക്കാനും വയ്യ. പക്ഷെ മലയാളികൾ ഞങ്ങളുടെ വിയർപ്പിന്റെ പണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്.
നമ്മുടെ ഫ്ലെക്സ് ഒന്നും എങ്ങും ഇല്ല മലയാളികൾ. അത് നടപ്പിലാക്കാൻ ഒരു ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഇവിടെ വേണം. അതാണ് ഞങ്ങൾ നടപ്പിലാക്കിയത് കണ്ടില്ലേ, ഇച്ഛാശക്തിയുള്ള ഭരണകൂടം. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയില്ല? ഇച്ഛാശക്തി ഇല്ല. ഇച്ഛാശക്തി ഇല്ലെന്നല്ല, നിങ്ങൾ മറ്റേ കൊടികുത്താൻ ചെന്നത് കൊണ്ടാ. എന്നാ ഞങ്ങൾ കൊടികുത്താൻ ചെന്നത് മാത്രമാണോ? അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ ഇവരെന്തോന്നാ പറഞ്ഞു പഠിപ്പിച്ചത്? ഇത് മറ്റേ കടൽ കൊള്ളയാണ്, വിഴിഞ്ഞ മുഴുവൻ മറ്റേ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്നു, നിങ്ങളെ ഇവിടുന്ന് കുടിയിറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ലഹളകളാണോ ഉണ്ടാക്കിയത്? അപ്പൊ ഞങ്ങൾ നടപ്പിലാക്കിയ ചില പ്രശ്നങ്ങളാണോ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയത്? ഞങ്ങൾ നടപ്പിലാക്കിയപ്പോ ഇവരുടെ പ്രശ്നമായിട്ട് വന്നില്ല. ഞങ്ങൾ നടപ്പിലാക്കിയത്തെ എതിർക്കുന്നില്ല, അവർ മനസ്സിലായി. അതാണ് നിങ്ങളും അവർ തമ്മിലുള്ള വ്യത്യാസം. അവര് വികസനത്തെ എതിർക്കുന്നില്ല, വികസനം നടപ്പാകട്ടെ എന്ന് അവർ കരുതി. ഞങ്ങൾ എതിർത്തെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയുടെ പേരില്ലാത്ത ഏതേലും ഒരെണ്ണം ഉണ്ടോ നിങ്ങൾ നടപ്പാക്കിയത്, സ്വന്തമായിട്ട് കൊണ്ടുവന്നത് ഉണ്ടോ? ഏതേലും ഒരെണ്ണം പറയട്ടെ. അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റേ പിതൃത്വം മുഴുവൻ അങ്ങ് ഉമ്മൻചാണ്ടിക്ക് പോവുക. മറ്റേ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ തന്തയെന്ന് ഞാനെന്നും പറഞ്ഞുകൊണ്ട് പിണറായിയും ചെന്ന്. എന്ത് കഷ്ടം. അതിന് മുന്നേ ഇവിടെ പഠിച്ചത് ഞങ്ങൾ വല്ലോന്റെയും കൊച്ചിന്റെ തന്തയാകാൻ നടക്കുന്ന എന്തിനാണോ? ഞങ്ങൾ വിത്ത് പാകി, അവര് കല്ലിട്ടു, ഞങ്ങൾ തന്നെ നടപ്പിലാക്കി. ശുഭം. എന്റെ ഇടയ്ക്ക് എവിടെ എവിടുന്ന് വന്ന് ഈ വേട്ടാവളി? വാരണാസിയുടെ കടലിൽ നിന്ന് പൊങ്ങി വന്നു. അതെ അതെ, എന്ത് കഷ്ടമാണ് ഇതിപ്പോ ആർക്ക് പോകും? ഇത് അറിയില്ല. ക്രെഡിറ്റ് മൊത്തത്തിൽ ആർക്കാ പോകുന്നത്? നാളെ എന്തിനാവുമെന്തോ, മോദി വന്നിട്ട് ഇനി എന്തൊക്കെ പറയുമെന്തോ. മോദി വന്നിട്ട് വീണ്ടും പിണറായിയെ തേച്ചൊട്ടിച്ച തീർന്നു. അത് പേടി. ഇനി വല്ല പറയുമെന്തോ, അസപ്പടിയുടെ കാര്യം വല്ലതും പറയുമെന്തോ. എന്തോന്ന് എനിക്കറിയാം. ഒന്നും മിണ്ടാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ, പിതൃത്വം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്തായാലും കാശ് മുടക്കിയ ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് ഒരു റോളും ഇല്ലെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇത് നാടിന്റെതാണ്, അങ്ങനെയാണ് ഞങ്ങൾ സർക്കാർ പറയുന്നത്. ഇത് നാടിനാണ് ഇതിന്റെ ക്രെഡിറ്റ്. അതിനേക്കാൾ വലിയൊരു കോമഡി ഇവിടെ വേറെ അരങ്ങേറിയല്ലോ. മറ്റേ മോളെയും ചെറുമകനെയും ഭാര്യേനെയും കൊണ്ട് വിഴിഞ്ഞത്ത് പോയത് എന്തിനാണെന്ന ചോദ്യം വന്നപ്പോഴേക്കും പിണറായി പറയാം, അതെന്റെ മോളും എന്റെ ഭാര്യയും എന്റെ കൊച്ചുമോളും. അതെ, അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹത്തിന്റെ കൊച്ചുമോൻ. എന്താണ് കുഴപ്പം? അത് പിന്നെ വേറെ വല്ലോ എന്റെ ഭാര്യയും കൊണ്ട് പിണറായിക്ക് വിഴിഞ്ഞത്ത് പോകാൻ പറ്റുള്ളൂ? അതെ, നാട്ടുകാരിലാരും പിണറായിയുടെ മക്കളല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അറിയാം. അതല്ല ഇവിടെ ചോദ്യം. അതിനൊരു ആക്കമുണ്ട്. മറുപടിക്ക് ഒരു ആക്കമുണ്ട്. എന്താണ് ആക്കം? ആക്കം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൻ, മുഖ്യമന്ത്രിയുടെ ഭാര്യ, മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ വിഴിഞ്ഞത്ത് പോയിന് എന്ത് പ്രശ്നം? ആർക്കും എന്ത് പ്രശ്നം? പിന്നെന്ത് വാടകയ്ക്ക് എടുത്തോണ്ട് പോകണമായിരുന്നു? നമ്മൾ അതല്ല ചോദിക്കുന്നത്. നിങ്ങളുടെ ആക്കവും തൂക്കവും മുക്കലും ഒന്നും നമുക്ക് അറിയണ്ട. എന്തിന് കൊണ്ടുപോയി, അതാണ് ചോദ്യം. അതിന് ഞാൻ എന്റെ ഭാര്യേനെയും എന്റെ മോളെ എന്റെ കൊച്ചുമോനെയും കൊണ്ടല്ലേ കൊണ്ടുപോയെന്നൊക്കെ ഉള്ള ഡയലോഗ് അടിച്ചിട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? വിഴിഞ്ഞം തുറമുഖം കാണണ്ടേ? നിങ്ങൾക്ക് ആർക്കും കാണണ്ടേ? നാളെ എല്ലാവർക്കും പോകാം. ഞങ്ങൾ അവിടെ അടച്ചു വെച്ചിട്ടൊന്നുമില്ല. ഈ വീണയും കമലയും മറ്റേ ചെറുമകനും ഒക്കെ കയറിയ ഏരിയയിലേക്ക് നിങ്ങൾ സാധാരണക്കാരെ കയറ്റുമോ? അതാണ് ചോദ്യം. അത് തന്ത്രപ്രധാന മേഖല. ഈ തന്ത്രപ്രധാന മേഖലയിൽ കൈക്കട്ടിക്കാർക്ക് എന്താണ് കാര്യം? അത് പിന്നെ അത് തന്ത്രപ്രധാനം ആകുന്നതിന് മുമ്പെയാണ് ഞങ്ങൾ പോയത്. നാളെ മുതലേ തന്ത്രപ്രധാനം ആകുള്ളൂ. എങ്ങനെ സാധിക്കുന്നടാ ഇതൊക്കെ? നിനക്ക് അന്തം കമ്മി ലേ, അന്തം കമ്മി തിങ്സ്. അങ്ങനെയാണ് ഇവർ, മനസ്സിലായില്ലേ? ഞങ്ങൾ പറയുന്നതിന് എന്ത് കുഴപ്പം? നാളെ സ്വർണ്ണക്കടത്തിന്റെ കാര്യം വല്ലതും പറയും. ഇനിയിപ്പോ സൗകര്യമായല്ലോ, വിഴിഞ്ഞ വഴി നിങ്ങൾക്ക് നടത്താം. ഈ മുഖ്യ എന്തിനു വിളിച്ചോണ്ട് പറഞ്ഞത്? അന്ന് വന്നിട്ട് പോയപ്പോ കള്ളക്കടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോയല്ലേ, പിന്നെ എന്തിനു ഈ മാസപ്പടിയുടെ സമയത്ത് വിളിച്ചോണ്ട് പറഞ്ഞത്? അല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ എന്ന് പറഞ്ഞ് മാസപ്പടി എല്ലാം പറഞ്ഞിട്ട് പോയാ തീർന്നില്ലേ? അന്ന് വിളിച്ചോണ്ട് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞാണ് കള്ളക്കടത്ത്. നിങ്ങളുടെ ആ രോദനം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പിണറായിയുടെ കാര്യം പറയാം. എന്തിന് പിണറായി കൊണ്ടുപോയി? എന്റെ കാര്യത്തിന് കൊണ്ടുപോയി. അത് അവരുടെ കുടുംബക്കാരെ പോയി അങ്ങോട്ട് ചോദിക്കും. പിന്നെ അവിടെ നിങ്ങളുടെ കുടുംബക്കാരും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്ത്. അത് ആർക്കും കാണാമല്ലോ. നിങ്ങൾക്ക് പൊതുജനങ്ങളെ സ്വാഗതം. നിങ്ങൾക്ക് അവിടെ തുറന്നിട്ടിട്ടുണ്ട്, നാളെ കയറി പോകൂ. ഞാൻ എന്റെ ഭാര്യനെ, ഞാൻ എന്റെ മോളെ, എന്റെ കൊച്ചുവാനെ കൊണ്ട് പോയത് നിനക്കൊക്കെ എന്താണ്? അതെ, എന്താ പ്രശ്നം? എനിക്ക് ട്രോള് തേങ്ങി കരയുകയാണ്. ഞാൻ എന്ത് ചെയ്താലും ഇതാണല്ലോ അവസ്ഥ. അത് അതെ, മുഖ്യന്റെ കുറ്റം കണ്ടുപിടിക്കാൻ കുറെ കണ്ണടയും വെച്ചിട്ട് അതെ ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിച്ചാൽ തുപ്പി കാണിച്ചാ മതി കേട്ടോ. കുറ്റം കണ്ടുപിടിക്കാൻ അത് തന്നെ. കേസിൽ പ്രതിയായിട്ടുള്ള മോളെയും കൊണ്ട് പോയേക്കുന്നത് പിന്നെ നാട്ടുകാർ ചോദിക്കാതിരിക്കുവോ? നാട്ടുകാർ യോഗത്തിൽ ചെറുമകനെ പങ്കെടുപ്പിച്ചേക്കുന്നു. അടുത്ത കേരള മുഖ്യമന്ത്രിയാണല്ലോ ചെറുമകൻ. നാട്ടുകാർ ചോദിക്കുന്നതിനാ കുഴപ്പം. നിങ്ങൾക്ക് ഇത്ര അസ്വയം തോന്നുന്നു? അല്ല, ഈ സർക്കാർ മറ്റേ ഓഫീസുകളിലും സർക്കാർ യോഗങ്ങളിലും ഒക്കെ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കരുതെന്ന് നിങ്ങളുടെ മുഖ്യന്റെ തന്നെ ഓർഡർ അല്ലേടോ?
ആണോ? എനിക്കറിയില്ലായിരുന്നു. പറഞ്ഞു നന്നായി. ഞാൻ വല്ലയിടത്തും കയറി പോയാലോ? മണ്ടന്മാർക്ക് പിന്നെ എന്തോ ആവാലോ പറഞ്ഞിട്ട് കാര്യം. ഇതിന് മറുപടി അർഹിക്കുന്നില്ല. അത് തന്നെ. നിങ്ങളുടെ മറുപടി നമുക്ക് വേണ്ട. ക്യാപ്സൂൾ അല്ലേ. പിന്നെ മോദി എന്തിന്റെ രാജ്ഭവനിൽ പോകുന്നത്? ഞങ്ങൾ ക്ലിഫ് ഹൗസിൽ സ്ഥലമില്ലാത്തോണ്ട് രാജ്ഭവനിൽ പോയി താമസിക്കുന്നത്. എന്തിന് ക്ലിഫ് ഹൗസിൽ മറ്റേ നിങ്ങൾ ബോംബിട്ട് വല്ലതും കൊന്നാ തീർന്നില്ലേടോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലേ. ഞങ്ങൾ എങ്ങനെ ചെയ്യോ? രാജ്ഭവനിൽ ബോംബ് വീണാന്തേ ഉണ്ടാതിരിക്കാൻ വല്ല കമ്മികളും കൊണ്ടിട്ടാ തീർന്ന് നിങ്ങളുടെ വലയിലിരിക്കും. അതിശയോക്തി പറഞ്ഞതായിട്ടോ. SPG വരുമോ? അല്ല പിന്നെ രാജ്ഭവനിലല്ലാതെ പിന്നെ ഗവർണർക്ക് പിന്നെ അവിടെ പോയി താമസിക്കണം. മോദി സാധാരണ വരുമ്പോ രാജ്ഭവനിലല്ലോ താമസിക്കുന്നത്. ഗവർണറുടെ കൂടെ താമസിക്കാമല്ലോ. രാജ്ഭവൻ എന്ന് പറയുന്നത് മറ്റേ ഭരണഘടനാ കേന്ദ്രമാണല്ലോ. എന്നും പറഞ്ഞു ഈ സാധാരണ വരുമ്പോ അവിടെ നല്ലല്ലോ താമസിക്കുന്നത്. പിന്നെ രാജ്ഭവനിൽ പോണതിന് എന്തോ അന്തർധാരയുണ്ട്. മനസ്സിലായി. ഞങ്ങൾക്കെതിരെ ആയുധം പറഞ്ഞു കൊടുക്കണല്ലേ, ഗവർണറെ തിരിക്കുന്നതല്ലേ. മനസ്സിലായി. ഇത് കഴിയുമ്പോൾ AKG ഭവനിൽ ചെന്ന് താമസിക്കാം. അവിടെ പിന്നും കുഴപ്പമില്ല. അത് തന്നെ നമുക്ക് തന്നെയല്ല. AKG ഭവന്റെ കളർ നിങ്ങൾ കണ്ടില്ലേ? മാരാർജി ഭവന്റെ കളർ പോലെ കളർ മാറി വരുന്നുണ്ട്. അത് തന്നെ മോദിക്ക് തന്നെ മാറി. ഇത് മാരാർജി ഭവനാണോ അതോ AKG ഭവനാണോ എന്ന് SPG പറഞ്ഞു കൊടുത്തോളൂ. അത് തന്നെ. അതെ നിങ്ങൾ കണ്ടായിരുന്നോ? കളർ കണ്ടായിരുന്നോ? ഇവരുടെ AKG സെന്ററിന്റെ പുതിയ കളർ കാവിയായിട്ട് വരുന്നുണ്ട്. അതിന് മറ്റേ ഇവരുടെ MV ഗോവിന്ദൻ പറഞ്ഞ എന്തുവായിരുന്നു? അതിന് ചന്ദ്രനാണ് ഞങ്ങളുടെ പാർട്ടി കളർ എന്ന് ആര് പറഞ്ഞു? കണ്ണുപിടിക്കാത്തോണ്ട് റെഡി തന്നെ. ഞങ്ങൾക്ക് കളറിലൊന്നും വിശ്വാസം. ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് 10ാം ഉദയത്തിന്റെ അന്ന് AKG ഭവൻ ഉദ്ഘാടിച്ചു. അത് കലണ്ടറിൽ ആൽക്കാച്ചൽ അന്നായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല. അത് ഒരു 10ാം ഉദയം. അല്ല ഈ തൊഴിലാളി ദിനത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി നീണ്ട പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആശംസ അറിയിച്ചിട്ടുണ്ട്. എല്ലാ തൊഴിലാളികൾക്കും ഒരു കോർപ്പറേറ്റ് മൊയിലാളി ആശംസ അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് മൊയിലാളിയാ? ഫാസിസത്തിനെതിരാണ്. നിങ്ങൾ ഫാസിസ്റ്റത്തിനെതിരാണ്. പോടെ എഴുതാണ്ടേ. ഞങ്ങൾ ഫാസിസ്റ്റത്തിനെതിരാണ്. ആദ്യം പോയി വിഴിഞ്ഞം തിരികെ പിടിക്കാൻ നോക്കാം, അല്ലെ മോദി കൊണ്ടുപോകും. വിഴിഞ്ഞം ഞങ്ങളുടെ കൈവെള്ളയിൽ തന്നെയുണ്ട്. ഇവിടുത്തെ ഓരോ കുട്ടിക്കും അറിയാം വിഴിഞ്ഞം ആരാ നടക്കുന്നത്. ഇവിടുത്തെ ഓരോ കുട്ടിക്കും അറിയാം വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ആർക്കാ ഉള്ളതെന്ന്. ആ കുട്ടി എല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പൊ ജനിച്ചുകൊണ്ട കുട്ടികൾ അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരാണത് നടപ്പിലാക്കിയത്. അതിന് കല്ലിട്ടെന്നും പറഞ്ഞ് കപ്പൽ ഓടില്ലല്ലോ. കപ്പൽ ഓടണമെങ്കിൽ അത് നടപ്പിലാക്കണം. അതെ, റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് കപ്പൽ ഓടിക്കാൻ മോദിയും വന്നതാണ്ട് കിടക്കുന്നു. വിഴിഞ്ഞത്ത് വലിയ കപ്പൽ പറഞ്ഞത് ഞങ്ങളുടെ പിണറായി സർക്കാർ കൊണ്ടുപോയി. അതെ, കായ്ക്കണ്ടിയിൽ കുടുംബക്കാർ തള്ളിക്കോളൂ ഇനി കപ്പൽ മുഴുവൻ. അതിനാ കൊച്ചുമോനെ കൊണ്ടുപോയത്. അതൊന്നും അല്ല, വീണ തള്ളുമായിരിക്കും. വീണ തള്ളും. കപ്പിത്താൻ തന്നെ തള്ളിക്കൊണ്ടു. കപ്പിത്താൻ തന്നെ തള്ളു. കപ്പലിന്റെ കപ്പിത്താനാണ് തള്ളിക്കൊണ്ടു. അതെ, കപ്പിത്താൻ തള്ളിക്കോളും. വിഴിഞ്ഞ ഞങ്ങളുടേതല്ല, നാടിന്റേതാണ്. അതെ. നാടിന്റെ കഴിഞ്ഞ ദിവസം വരെ പിണറായിയുടേതായിരുന്നു. ഇപ്പൊ നിപ്പിലാ മാറിയത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളൊക്കെ ഇനി വിഴിഞ്ഞത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന്. അത് വലിയ കപ്പല് കാണാലോ. ഇനി കണ്ടെയ്നറിനകത്തൂടെ ഇവര് സ്വർണം കടന്നു വന്നു. ബാഗേജ് വഴി കടത്തിയാലല്ലേ പൊക്കൂ. ഞങ്ങളെ കപ്പലിന്റെ അടിയിൽ കൂടി സ്വർണം കടത്തി. നിങ്ങൾ കടത്തും. അതാകുമ്പോ കാണൂലല്ലോ. എങ്ങനെയുണ്ട്? ഇതിനാണോ മുഖ്യമന്ത്രി വിഴിഞ്ഞ യാഥാർത്ഥ്യമാക്കിയത്? സ്വർണം കടത്തലിനാണോടോ? ഞങ്ങൾ വരെ സമ്മതിക്കുന്നു. അതിനാണ് ഇതിന്റെ ആക്ഷേപഹാസ്യം. അതെ, അത് സർക്കാസായിട്ട് ജനങ്ങൾക്ക് തോന്നില്ല. പൊക്കോ ചെല്ലെ, കപ്പല് തള്ളാനുള്ളത് നാളെ. മേടനെ പറ്റിയൊക്കെ ഒരു കാര്യം ചെയ്യാം, നാളെ 3 കൂട്ടരോട് അവിടെ അടിയായിരിക്കുമല്ലോ വിഴിഞ്ഞത്ത്. ചെല്ലെ, അടിക്ക് വേണ്ടി ഇപ്പോഴേ മറ്റേ തുടങ്ങിക്കോ, പരിശീലനം തുടങ്ങി. പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ കൊടുക്കരുത് കേട്ടോ. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്നുള്ളത് ഓക്കെ, ശരി, സമ്മതിച്ചു. വേണമെങ്കിൽ വരാം, മാറ്റി വരാമെന്ന്. അവിടെ തുറന്നു കിടപ്പുണ്ട്, എല്ലാ പൊതുജനങ്ങൾക്കും വരാം. എല്ലാ പൊതുജനങ്ങളും കമലയും വീണയും കൊച്ചുമോനും അല്ലല്ലോ. പൊക്കോളൂ, നാളെ കാണാം. കപ്പല് തള്ളു. തള്ളിയിട്ട് വരും. തള്ളാൻ ഇവിടെ കഴിഞ്ഞേ ആരുള്ളൂ. ഇത് മറ്റേ ഒരുമാതിരി കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം മോദി കൊത്തിപ്പോയി, മുഖന്റെ കപ്പൽ കൊത്തിപ്പോയി. പലിക്കട മൂട്. ഒലക്കര മൂട്.